എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിനകത്ത് നിന്നും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത് പലതും നമുക്ക് ഡിഗ്രി ലെവൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ വർഷം ചോദിച്ചതും ഈ വർഷം ചോദിച്ചതും കമ്പയർ ചെയ്യുമ്പം ഇപ്പം നമ്മുടെ ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്ന ഒരു സെക്ഷനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ +2 പുസ്തകത്തിനകത്ത് മാക്രോ എക്കണോമിക്സിനകത്ത് 2-3 ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയും. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ പ്രാവശ്യം ചോദിച്ച പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം അഥവാ വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം എന്താണെന്നും അതിൻ്റെ ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പം എല്ലാം പറഞ്ഞതിന് ശേഷം താഴെ വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി വരാൻ പോകുന്ന പ്രിലിംസിനും അല്ലെങ്കിൽ മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഏത് ലെവലിൽ നിന്ന് നമുക്ക് ടേംസിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ എഴുതണം. ആ രീതിയിലാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എളുപ്പത്തിൽ പറയുന്നതേ ഉള്ളൂ. ഈ കൊച്ചക്ഷരമൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ക്ലാസ് കഴിയുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടേ പോകത്തുള്ളൂ. ഇത് വെച്ച് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഓർത്ത് എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഓഫ് ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദി എസ്റ്റിമേഷൻ ഓഫ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അതായത് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് വരാത്തത് അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആൻഡ് എക്സ്ക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, അതുപോലെ ഇറ്റ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ബട്ട് എക്സ്ക്ലൂഡ് റെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ടാക്സ് ബട്ട് എക്സ്ക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്ക്ലൂഡ് പേഴ്സണൽ ടാക്സ് ആൻഡ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റ്, റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ടേം, റെൻറ്റും ഇൻട്രസ്റ്റും വന്നിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ ടാക്സ് എന്ന് പറയുന്ന കുറച്ച് ടേംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് പേഴ്സണൽ ഇൻകം എന്നറിയാത്തവർക്ക് അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാൻ വയ്യാത്ത ഒരാൾക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കത്തില്ല. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകത്തിനകത്ത് വരാത്തത് ഏത് വരുന്നത് ഏതെന്ന് അറിയാൻ വയ്യാത്ത ഒരാൾക്കും ഇത് എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തൊട്ടുള്ള ടേംസ് ഓരോന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ആയിട്ട് നമുക്കിത് പറയാം. അപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാമല്ലോ. ആദ്യമായിട്ട് നോക്കേണ്ടത് ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പം ആദ്യമായിട്ട് നോക്കുന്നത് GDP. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് GDP എന്ന് പറയുന്നത് ആണല്ലോ. എന്താണ് GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് അല്ലേ. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് ഫൈനൽ സർവീസ്. എന്താണ്? മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഡൊമസ്റ്റിക് ടെറിട്ടറി. അതാണ് വ്യത്യാസം അല്ലേ. GDP യും GNP യും തമ്മിലുള്ള, അതായത് GDP മീൻസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും GNP തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒറ്റ ടേമിനകത്താണ്. ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആഭ്യന്തര അതിർത്തിക്കകത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഏത് സാധനം ഫൈനൽ പ്രോഡക്റ്റ് ആണ് അല്ലേ. ഇടയ്ക്ക് നിൽക്കുന്ന ഇന്റർമീഡിയറ്ററി പ്രോഡക്ട്സിന്റെ കാര്യമല്ല, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് അവസാനത്തിൽ അല്ലെ അന്തിമമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ആ ഗുഡ്സും സർവീസിൻ്റെയും മണി വാല്യൂ എടുക്കുന്നു. എവിടെ പ്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യക്കകത്ത്. ഇപ്പം ഇന്ത്യയുടെ കാര്യം ആയതുകൊണ്ട് ഇന്ത്യക്കകത്ത്. അതിനകത്ത് എന്ത് വരില്ല? പുറത്തെ കാര്യങ്ങളൊന്നും വരില്ല. അതായത് പുറത്ത് നമ്മുടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പുറത്ത് കുറേ സ്ഥാപനങ്ങളുണ്ടെന്ന് വെച്ചോ, ഉടമസ്ഥാവകാശമുള്ള. അപ്പോൾ അവിടുന്ന് ഉള്ള വരുമാനങ്ങളൊന്നും നമുക്ക് GDPക്കകത്ത് കൂട്ടത്തില്ല. ഇത് ഇത്ര അറിയാൻ വേണ്ടവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പം എന്താണ് GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് GNP പറയാം. എങ്ങനെ കണ്ടുപിടിക്കാം GNP എന്ന് പറയുന്നത്? GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GDPയുടെ കൂടെ നമുക്ക് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മണി വാല്യൂ ആണ് അല്ലേ. ഒരു വർഷത്തിലുള്ള മണി വാല്യൂ ആണെങ്കിൽ അതിനകത്ത് പുറത്തെ, അതായത് വരുമാനം പുറത്തു നിന്നുള്ളതൊന്നും കൂട്ടുന്നില്ല. എന്നാൽ പുറത്തു നിന്നുള്ള വരുമാനവും കൂടെ കൂട്ടിയാൽ അത് എന്തായിട്ട് മാറി? GNP ആയിട്ട് മാറി. സംശയമില്ലല്ലോ. അപ്പൊ GDP ഈസ് ഈക്വൽ ടു GNP മൈനസ് NFIA എന്ന് നമുക്ക് പറഞ്ഞൂടെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNPയിൽ നിന്നും എന്ത് കുറയ്ക്കണം? പുറത്തു നിന്നുള്ള വരുമാനം കുറയ്ക്കണം.
അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഇങ്ങനെ ആലോചിക്കാം, GNB ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA. GDPയുടെ കൂടെ പുറത്തുനിന്നുള്ള വരുമാനം കൂടെ ആഡ് ചെയ്താൽ എന്ത് നമുക്ക് കിട്ടും? GNB കിട്ടും. അങ്ങനെയാണെങ്കിൽ GDP ഈസ് ഈക്വൽ ടു GNB മൈനസ് NFIA എന്ന് പറഞ്ഞൂടെ? സംശയമില്ലല്ലോ. ഇപ്പം ഈ ഒരു സെക്ഷനിലാണ് എല്ലാവർക്കും സംശയം വരുന്നത്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോകും. നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ഓർത്ത് വെച്ചേക്കാം. എന്താണ് GDP, എന്താണ് GNB? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, GNB എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് പ്ലസ് പുറത്തു നിന്നുള്ള വരുമാനം കൂടെ കൂട്ടുന്നത്. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത ടേം നോക്കാം, എന്താണ് നാഷണൽ ഇൻകം? അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നാഷണൽ ഇൻകം. എന്താ നാഷണൽ ഇൻകം? നമുക്ക് GDP ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാം അല്ലേ? GDP ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ GNB ആയിട്ട് റിലേറ്റ് ചെയ്ത് നാഷണൽ ഇൻകത്തെ പറയാം. അതായത് നാഷണൽ ഇൻകം മീൻസ് എ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സെക്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇവിടെ ഫൈനൽ ഗുഡ്സ്, സർവീസ്, ഡൊമസ്റ്റിക് കൺട്രി ഒന്നുമില്ല, ഡൊമസ്റ്റിക് ടെറിട്ടറി ഒന്നുമില്ല. നാഷണൽ ഇൻകം മീൻസ് വാല്യൂ ഓഫ് ഗുഡ്സ്, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നില്ല, വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സെക്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിൻ്റെയും സെക്ടറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ദേശീയ വരുമാനം കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, ഈ ദേശീയ വരുമാനം എന്ന് പറയുമ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണല്ലോ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ആയിരിക്കും നമ്മൾ നാഷണൽ ഇൻകത്തിനകത്ത് എടുക്കുന്നത്. എല്ലാ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന് എല്ലാത്തിൻ്റെയും ടോട്ടൽ. നമുക്കറിയാം, ലാൻഡിന് നമുക്ക് റെൻറ്റ് കിട്ടും, ലേബർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ക്യാപിറ്റലിന് എന്ത് കിട്ടും? മൂലധനത്തിന് പകരമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ ക്യാപിറ്റലിന് പകരമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? ഇത്രയും സാധനങ്ങൾ നമുക്ക് പകരത്തിന് കിട്ടും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പകരമായിട്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കുന്ന ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും. ഒരു വർഷത്തിനകത്ത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിൻ്റെയും സെക്ടേഴ്സിൻ്റെയും എല്ലാം കൂടെ വാല്യൂ നമ്മൾ കൂട്ടിയാൽ, അതിനകത്ത് ഫൈനൽ എന്നോ ഒന്നും പറയുന്നില്ല, ആഭ്യന്തര അതിർത്തിക്ക് ഉള്ളിലെന്നൊന്നും നമ്മൾ എടുത്തു പറയുന്നില്ല, എങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നാഷണൽ ഇൻകത്തിനകത്ത് കൂട്ടും. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാമല്ലോ. നെക്സ്റ്റ് ഒരു ടേമാണ് NNP എന്ന് പറയുന്നത് അല്ലേ? അറ്റദേശീയ ഉൽപ്പന്നം എന്ന് നമ്മൾ പറയും. NNP എന്താണ്? അറ്റദേശീയ ഉൽപ്പന്നമാണ് അല്ലേ? അറ്റദേശീയ ഉൽപ്പന്നം. അപ്പോൾ ഇവിടെ പറയുന്നത് മാർക്കറ്റ് പ്രൈസിലുള്ള അറ്റദേശീയ ഉൽപ്പന്നത്തിൻ്റെ ഇക്വേഷനാണ്. മാർക്കറ്റ് പ്രൈസും ഉണ്ട്, നമുക്കറിയാം ഫാക്ടർ കോസ്റ്റിലും പറയും, അതുപോലെ മാർക്കറ്റ് പ്രൈസ്. എന്താ മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു വിലയില്ലേ, അതാണ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്റർമീഡിയറ്ററി കോസ്റ്റിനെ പറ്റിയിട്ട് പലവട്ടം നമ്മൾ +2ൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്നു, നമ്മളൊരു ഡ്രസ്സ് എടുത്തു, ഇപ്പോൾ ഈ ഒരു തുണി എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓരോ വെട്ടവും, അതായത് പരുത്തി ശേഖരിക്കുന്ന കർഷകൻ, അത് കഴിഞ്ഞിട്ട് വ്യവസായശാലയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഓരോ നൂലുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ തയ്യക്കാരുടെ, ഇത് ഓരോ വെട്ടവും എന്താണ്? ഓരോ സാധനങ്ങളിലെയും വില ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഡബിൾ കൗണ്ടിങ് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെല്ലാം ഫാക്ടർ കോസ്റ്റിനകത്ത് പെടുത്താം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ എന്താണ് ഇതിൻ്റെ വില, അതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണുന്നത്? GNB മൈനസ് തേയ്മാനം അഥവാ ഡിപ്രീസിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. GNB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? GNB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP പ്ലസ് NFIA, പുറത്തു നിന്നുള്ള വരുമാനം പ്ലസ് രാജ്യത്തിനകത്തെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിനെ എല്ലാം കൂടെ ഒരു വർഷത്തെ കൂട്ടുന്നതാണ് GNB. ഈ GNBയിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് അറ്റദേശീയ ഉൽപ്പന്നം കിട്ടും. എന്താ ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലധനം മീൻസ് എന്താണ്? ഒരു മെഷീൻ ആവാം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൈക്കോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആവാം. അത് ഉപയോഗിക്കും തോറും അതിനെന്തുണ്ടാവും? അതിനൊരു തേയ്മാനം ഉണ്ടാവും അല്ലേ? ആ തേയ്മാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാങ്ങുന്ന സാധനം, ഇപ്പം ഒരു കമ്പ്യൂട്ടർ 10,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങി, എക്സാമ്പിളാണ്, 10,000 രൂപയ്ക്ക് വാങ്ങിയത് ഒരു വർഷം കഴിയുമ്പോൾ 10,000 രൂപ നമ്മൾ തിരിച്ചു കൊടുത്താൽ കിട്ടുമോ? അത്രയും നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിസ്റ്റത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരില്ലേ? ആ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമുക്ക് 10,000 രൂപയുടെ സാധനം ചിലപ്പം 7,000 രൂപയ്ക്കായിരിക്കും വിൽക്കാൻ പറ്റുന്നത്. അതിനെയാണ് നമ്മൾ തേയ്മാനം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്ന് വിളിക്കുന്നത്. അതാണല്ലോ എല്ലാവർക്കും അറിയാം. അപ്പം GNB മൈനസ് തേയ്മാനം, ഡിപ്രിസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് GNB മൈനസ് ഡിപ്രിസിയേഷൻ ആണ്. ഇനി NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം
ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് കുറയ്ക്കണം? ടാക്സും സബ്സിഡീസും കുറയ്ക്കണം. എന്തായി ടാക്സ് എന്ന് പറഞ്ഞാൽ? ടാക്സ് ഓരോ സാധനത്തിനും നമ്മൾ ടാക്സ് കൊടുക്കണം. അതുപോലെ ചില സാധനങ്ങൾക്ക് നമുക്ക് സബ്സിഡീസ് കിട്ടും അല്ലേ? സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആനുകൂല്യമായിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് NNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ടാക്സും സബ്സിഡിയും കൂടെ കൂട്ടുന്നത്, അല്ലെങ്കിൽ ടാക്സ് പ്ലസ് സബ്സിഡീസ് കുറയ്ക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ടാക്സ് വരാം, ഓരോ സാധനത്തിനും നമ്മൾ ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? സബ്സിഡികൾ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇത് കുറയ്ക്കുന്നതായിരിക്കും NNB അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ ചെറിയതായിട്ടൊരു കൺഫ്യൂഷൻ ഇപ്പോഴും തോന്നുന്നവർ കാണും. അപ്പോൾ ആ കൺഫ്യൂഷൻ നിങ്ങൾ 1-2 വട്ടം ഒന്ന് വായിച്ച് നോക്കിയാൽ മാറുന്നതേ ഉള്ളൂ. ഇത് അത്ര വലിയ ടഫ് അല്ല. ഇനി അടുത്തതാണ് നമ്മുടെ പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും. ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ആണല്ലോ, ശ്രദ്ധിക്കുക. ാണ് പേഴ്സണൽ ഇൻകം. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്താണെന്ന് അറിഞ്ഞാൽ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എഴുതാൻ നമുക്ക് എളുപ്പമായിരിക്കും. പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ആലോചിക്കാം. നമുക്ക് ഒരു ജോലിയുണ്ട്, 20,000 രൂപ സാലറി ഉള്ള ഒരു ജോലി ഉണ്ടെന്ന് വെച്ചോ. ആ 20,000 രൂപയും എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് വെച്ച് ചിലവാക്കാൻ സാധിക്കത്തില്ല. എനിക്ക് ചിലപ്പോൾ ഫൈൻ അടയ്ക്കണമായിരിക്കും, ടാക്സ് അടയ്ക്കണമായിരിക്കും, റെൻ്റ് അടയ്ക്കണമായിരിക്കും, ഇൻട്രസ്റ്റ് അടയ്ക്കണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, വീട്ടിലെ ചിലവുകളൊക്കെ നോക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മളിനെ നമ്മൾ നാഷണൽ ഇൻകവുമായിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ. ഇപ്പം ഇച്ചിരി ഹയർ ലെവലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ്? നമ്മുടെ കൊച്ചു ലൈഫിനകത്ത് കൊച്ചു ശമ്പളം അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 20,000 രൂപയ്ക്കകത്ത് ഞാൻ ഇതെല്ലാം പേ ചെയ്യണ്ടേ? ആ പേ ചെയ്തതിൻ്റെ ബാക്കിയെല്ലാം ഉള്ള എൻ്റെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നാഷണൽ ഇൻകത്തിൽ നിന്നും എന്ത് വേണം? അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. നമുക്ക് കിട്ടാത്ത ഒരുപാട് പ്രോഫിറ്റ് കാണും. ഈ രാജ്യത്ത് പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട്. ആ പ്രോഫിറ്റ് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല അല്ലേ? അപ്പം എന്താണ് പറയുന്നത്? നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കാണും. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ്, നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് കാര്യങ്ങളുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ഹൗസ് ഹോൾഡ് ഉണ്ട്. കോപ്പറേറ്റീവ് ടാക്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട് അല്ലേ? അവരുടെ കോപ്പറേറ്റീവ് ടാക്സിൻ്റെ സംഭവങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ അടയ്ക്കണോ? വേണ്ട. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടാത്തതാണ് അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ എന്ത് കിട്ടും? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്വസ്റ്റിന് വന്നിരിക്കുന്നത് ട്രാൻസ്ഫർ പേയ്മെൻ്റ് ആണ്. എന്താ ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പുറത്തു നിന്നുള്ള സഹായങ്ങൾ, ഇപ്പം സ്കോളർഷിപ്പ് ആയിക്കോട്ടെ, പുറത്തു നിന്നുള്ള ഇപ്പം വെളിയിൽ നിന്ന് ഒരാൾ നമ്മളെ ഗിഫ്റ്റ് തന്ന് സഹായിക്കുന്നു, ഒരു 10,000 രൂപ ഇന്നാ പിടിച്ചു പോകുന്ന പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിലോട്ട് തരുന്നു, അതൊരു ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെയാണ് ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്നും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഹൗസ് ഹോൾഡ്, കോപ്പറേറ്റീവ് ടാക്സ്, ഇതെല്ലാം കുറച്ച് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിനെ നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് വിളിക്കും. അതാണ് എൻ്റെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് രാജ്യത്ത് പല സംഭവങ്ങൾ നടക്കുന്നു, അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആണ്. അവരുടെ ബിസിനസ്സിനകത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ രാജ്യത്ത് വിതരണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ജനങ്ങളുടെയും കിട്ടുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം കുറച്ചതിന് ശേഷം ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് എനിക്ക് എന്ത് കിട്ടുന്ന പേഴ്സണൽ ഇൻകം എന്ന് പറയുന്ന സംഭവം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ? അപ്പം നമ്മളൊരു പേഴ്സണൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകം, അതിനകത്ത് എന്തുൾപ്പെടത്തില്ല? നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിനകത്ത് ഒന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉൾപ്പെടും, ഗിഫ്റ്റോ സ്കോളർഷിപ്പോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. ഇതാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്, ഒരാളുടെ പേഴ്സണൽ ഇൻകം. ഇനി എന്താണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപയാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഇഷ്ടപ്രകാരം ചിലവഴിക്കാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കത്തില്ല. അതിനകത്തുനിന്ന് ഒരു എമൗണ്ട് എവിടേക്കൊക്കെ പോകും? റെൻറ്റ് കൊടുക്കാൻ കാണും, ഇൻട്രസ്റ്റ് കൊടുക്കാൻ കാണും, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണമായിരിക്കും, ഇൻഡയറക്റ്റ് ടാക്സസ് കാണും. ഇതെല്ലാം നമ്മൾ കുറയ്ക്കും അല്ലേ? എല്ലാം കുറച്ചിട്ട് അപ്പോഴും നമ്മൾ എന്ത് കൂട്ടും? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് കൂട്ടും, അല്ലെങ്കിൽ സബ്സിഡി, നമുക്ക് കിട്ടുന്ന സബ്സിഡി എല്ലാം പ്ലസ് ആണ്. അപ്പം എനിക്ക് 20,000 രൂപ കിട്ടുന്നതിനകത്തുനിന്ന് എല്ലാ അടവും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് 7,000 രൂപയായിരിക്കും എനിക്ക് ലാസ്റ്റ് കിട്ടുന്നത്. ആ 7,000 രൂപ എനിക്ക് ഇഷ്ടമുള്ളത് ചിലവഴിക്കാം. ആ 7,000 രൂപയാണ് എൻ്റെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം? ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ, അതെനിക്ക് ഇഷ്ടമുള്ള പോലെ ചിലവഴിക്കാം. അതിനെ നമ്മൾ വിളിക്കും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. എൻ്റെ ഇഷ്ടം അനുസരിച്ച് ചിലവഴിക്കാം. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉൾപ്പെടും. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PSC ഇപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന ആൻസറും മറ്റ് ആൾക്കാർ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഫൈനൽ ആൻസർ കീ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർക്കുക, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉറപ്പായിട്ടും ഇത് കൂട്ടും കേട്ടോ. സബ്സിഡി ട്രാൻസ്ഫർ പേയ്മെൻറ്റ് NFIA ഇതിനകത്ത് കൂട്ടിയിരിക്കും.
കേട്ടല്ലോ. അപ്പോൾ എന്താണ് PDI എന്ന് ഓർത്ത് വെച്ചേക്കുക. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം, നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, നെക്സ്റ്റ് ലെവലിൽ. അപ്പോൾ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. നാഷണൽ ഇൻകം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ടു മാർക്കറ്റ് പ്രൈസ് അത് ഓർത്ത് വെച്ചേക്കണേ, പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദ വേൾഡ്. പുറത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ പൈസ സഹായങ്ങളൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും. ആ സഹായങ്ങളുടെ കൂടെ നമ്മുടെ നാഷണൽ ഇൻകത്തിനെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടാം? നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടാം. അപ്പോൾ നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് കൂട്ടുക? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ, നമുക്ക് കിട്ടുന്ന പൈസകൾ അതെല്ലാം ഉൾപ്പെടുത്തുക. ഈ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് സംശയമില്ലെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.